വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമം 39 പുസ്തകമാണ്. 4 അധ്യായങ്ങളിലായി വിവരിക്കുന്ന യോനാ പ്രവാചകന്റെ പുസ്തകം. ഇതിൽ പ്രവാചകനായ യോനായുടെ ജീവിതവും ദൈവത്തിന്റെ കരുണയും പ്രതിപാദിക്കുന്നു. ഇതിൽ ദൈവകരുണ മനുഷ്യന്റെ ചിന്തകളേക്കാൾ വിശാലമാണെന്ന് കാണാം. ദൈവം നിനവേ നഗരത്തെ രക്ഷിക്കുന്നു, എന്നാൽ യോന ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് അപ്രീതി പ്രകടിപ്പിക്കുന്നു. യോനാ പുസ്തകത്തിന്റെ ആദ്യ അധ്യായം പ്രവാചകനായ യോനായുടെ അനുസരണക്കേടും ദൈവത്തിന്റെ ഇടപെടലും വിവരിക്കുന്നു. യോനായെ ദൈവം നിനവേ നഗരത്തിലേക്ക് പോയി അവിടുത്തെ ദുഷ്ടതയെക്കുറിച്ച് പ്രസംഗിച്ച് അവരെ പശ്ചാത്താപത്തിലേക്ക് നയിക്കാൻ വിളിക്കുന്നു. യോന ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ തർശീസിലേക്ക് പോകുന്ന കപ്പലിൽ കയറുന്നു. ദൈവം വലിയ കൊടുങ്കാറ്റയക്കുന്നു. കപ്പൽ തകർന്നു പോകുമെന്ന ഭയത്തിൽ കപ്പൽക്കാർ ചരക്കുകൾ കടലിലെറിയുന്നു. കൊടുങ്കാറ്റിന്റെ കാരണം ആരാണെന്ന് കണ്ടെത്താൻ അവർ നറുക്കെടുക്കുന്നു. അത് യോനായ്ക്ക് വീഴുന്നു. യോന തന്റെ അനുസരണക്കേടിനെ സമ്മതിച്ച് തന്നെ കടലിലെറിയുമ്പോൾ കൊടുങ്കാറ്റ് ശമിക്കുമെന്ന് പറയുന്നു. കപ്പൽക്കാർ യോനായെ കടലിലെറിയുന്നു. ഉടൻ കൊടുങ്കാറ്റ് ശമിക്കുന്നു. കപ്പൽക്കാർ യഹോവയെ ഭയപ്പെട്ട് യാഗങ്ങൾ അർപ്പിച്ച് നേർച്ചകൾ കഴിച്ചു. ദൈവം വലിയൊരു മത്സ്യത്തെ അയച്ചു. അത് യോനായെ വിഴുങ്ങി. യോന 3 ദിവസവും 3 രാത്രികളും മത്സ്യത്തിന്റെ വയറ്റിലുണ്ടായിരുന്നു. ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അവന്റെ കരുണയും ശക്തിയും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവേയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു. യോന 1 അധ്യായം 2 തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.